ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സീനിയർ സിറ്റിസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ് പഠിക്കണേ. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള ഒരു നിയമമാണ് ആദ്യം പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2007 ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമം വന്നത്. 2007 വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 2007 ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ എന്ന ഒരു നിയമം വന്നത്. ഓക്കെ, അപ്പോൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഈ നിയമം. അപ്പൊ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനത്തിനും ക്ഷേമത്തിനും കൂടുതൽ ഫലപ്രദമായ വ്യവസ്ഥ ഈ നിയമത്തിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള വയോധികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്നുള്ളത്. 2007 വർഷം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതൊന്നും പറ്റിയെങ്കിൽ പഠിക്കാം. ഈ നിയമത്തിലെ 7 അധ്യായവും 32 സെഷനുകളും ഉണ്ട്. ഇതൊന്നും ഇങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. അധ്യായം 1 പ്രാരംഭികം, എല്ലാത്തിലെയും പോലെ 7 സെഷൻ ഉണ്ടെന്നാണല്ലോ പറയണത്. അധ്യായം 2 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമാണ് അധ്യായം 2 പറയണേ. അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കല്, അതാണ് അധ്യായം 3 പറയണത്. അധ്യായം 4 മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അധ്യായം 5 മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. അധ്യായം 6 കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമവും. അധ്യായം 7 മിസലേനിയസ്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയത് 3 ചോദിക്കാം. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലും, പിന്നെ പോലെ 2 ചോദിക്കാവുന്നതാണ്. മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഏതിൽ വരുന്നതാണ്. ഓക്കെ, ഇതിന്ന് കുറച്ച് എന്താ പറയാ, ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത്. അപ്പൊ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം എന്നുള്ളത് അധ്യായം 2 വരുന്നത്. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കല് അധ്യായം 3 പറ്റുന്നവര് പഠിക്കാം, നിർബന്ധമില്ല. അധ്യായം 4 മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകള്. അധ്യായം 5 മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. 6 കുറ്റങ്ങളും വിചാരണയ്ക്കുള്ള ക്രമവും നടപടിക്രമവും. ഓക്കെ, അപ്പൊ ഈ മാതാപിതാക്കളുടെ അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഇത്, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, വർഷം ഇമ്പോർട്ടന്റ് 2007. ഇനി ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2007 ഡിസംബർ 29. ഇനി ഈ നിയമം എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നടപ്പിലാക്കിയതും ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, 2008 സെപ്റ്റംബർ 24. ഓക്കെ, അപ്പൊ 2007 ഡിസംബർ 29 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. ഈ നിയമം വന്ന വർഷം ചോദിച്ചാൽ 2007 ആണ് പറയാ. ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൂള് മെയിൻ്റനൻസ് ആൻഡ് ഈ പ്രൊട്ടക്ഷനോ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന്റെ നിയമം ഏത് കൊല്ലാന്ന് ചോദിച്ചാൽ 2007. ഈ നിയമം എല്ലായിടത്തും നടപ്പിലായ വർഷമാണ് 2008 സെപ്റ്റംബർ 24. നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2007 ഡിസംബർ 29 കേട്ടോ. ഓക്കെ, അടുത്തത് ഇതില് കുറച്ച് നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഈ നിർവചനങ്ങൾ അനുസരിച്ച് മുതിർന്ന പൗരൻ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്ന് പറയണത് 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാരെയാണ് നമ്മൾ മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും മുതിർന്ന പൗരനായി നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷൻ എ മുതിർന്ന പൗരന്മാര് 60 വയസ്സ്, 70 വയസ്സ്, 65 വയസ്സ്, 80 വയസ്സ്, അങ്ങനെ പലതും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് തപാൽ വോട്ട് രേഖപ്പെടുത്താവുന്ന പ്രായം എത്രയാന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോ ഈ വയസ്സിന്റെ കാറ്റഗറി നന്നായിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ ചില നിയമങ്ങൾ മനുഷ്യാവകാശമൊക്കെ പഠിച്ചപ്പോ അവരുടെ അപ്പോയിന്റ്മെന്റിനുള്ള വർഷമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വയസ്സ് ചിലയിടത്ത് 70 വയസ്സൊക്കെയാണ്. അപ്പൊ തെറ്റാണ്ട് പഠിക്കുക. സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 60 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരാളെയും നമുക്ക് മുതിർന്ന പൗരനായിട്ട് കണക്കാക്കാം. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ആരൊന്നും പറയണില്ലല്ലോ.
എന്താണ് ക്ലിയർ ക്ലിയർ ആണെന്ന് പറഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും നമുക്ക് എന്താക്കാം? മുതിർന്ന പൗരനായിട്ട് കണക്കാക്കാം. ഇനി രക്ഷിതാവ് എന്ന് പറഞ്ഞ ഒരു ടേം, ഈ നിർവചനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആരെയാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് പറയാം? വെറുതെ ഒരാളെ കയറി നമ്മുടെ രക്ഷിതാവ് എന്ന് പറയില്ല. രക്ഷിതാവ് എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾക്ക് ജന്മം നൽകിയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ദത്തെടുത്ത മാതാവ് അല്ലെങ്കിൽ പിതാവായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാനച്ഛൻ രണ്ടാനമ്മ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മുടെ രക്ഷിതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ രക്ഷിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജന്മം നൽകിയ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ ദത്തെടുത്ത പാരന്റ്സ് ആവാം, ദത്തെടുത്ത മാതാവാവാം പിതാവാവാം, പിന്നെ രണ്ടാനച്ഛന് അല്ലെങ്കിൽ രണ്ടാനമ്മ. ഈ ഇത്രയും പേരെയാണ് രക്ഷിതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ ഓപ്ഷനിലൊക്കെ തരാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ രക്ഷിതാവ് ആരാണ്? അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടി, അവരുടെ ആന്റി ഈ നിയമപ്രകാരം രക്ഷിതാവ് എന്ന് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഒന്നെങ്കിൽ ജന്മം നൽകിയതാവാം, അല്ലെങ്കിൽ ദത്തെടുത്തതായ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ രണ്ടാനച്ഛൻ രണ്ടാനമ്മ. ഇവരെയാണ് നമ്മൾ രക്ഷിതാവ് എന്ന് പറയാം. ഇപ്പൊ ചിലയിടത്ത് നമ്മൾ ഗാർഡിയൻ എന്നൊക്കെ പറയണത് വേറെ റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ റിലേറ്റീവ്സ് അല്ലെ രക്ഷിതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ജന്മം നൽകിയ പാരന്റ്സ്, അല്ലെങ്കിൽ ദത്തെടുത്ത പാരന്റ്സ്, അല്ലെങ്കിൽ രണ്ടാനച്ഛൻ രണ്ടാനമ്മ. ഇനി ഈ കുട്ടികൾ എന്നുള്ളതിൽ ആരെയാണ് ഉദ്ദേശിക്കണേ? ഇപ്പൊ ഒരു സീനിയർ സിറ്റിസന്റെ കുട്ടി എന്നൊരു ഇതില് ആരെയാണ് ഉദ്ദേശിക്കണെന്ന് ചോദിച്ചാൽ മകൻ വരും, മകള് വരും, ചെറുമകൻ വരും, ചെറുമകൾ വരും. പിന്നെ പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രായപൂർത്തിയായവരായിരിക്കണം. മൈനർ ആയിട്ട് കാര്യമില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നുള്ള ഒരു ഇതില് ഈ ഒരു നിയമപ്രകാരം കണക്കാക്കില്ല. പ്രായപൂർത്തിയായവരെയാണ്, അതായത് സീനിയർ സിറ്റിസന്റെ കുട്ടി എന്നാണ് ഉദ്ദേശിക്കണത്. അതിൽ ആരെയൊക്കെ കുട്ടികൾ, ഇത് നമ്മളിപ്പോ പഠിക്കണ ഇവർക്കൊക്കെ നോക്കാൻ ബാധ്യതയുണ്ട്, ഈ വയസ്സായവരെ. അപ്പൊ അതില് കുട്ടി എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെയാണ് പറയണത്. അപ്പൊ ഒരു വയസ്സായ ഒരാളെ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ നോക്കാൻ കടപ്പെട്ടവര് ഒന്നെങ്കിൽ മകനാവണം, അല്ലെങ്കിൽ മകളാവണം, ചെറുമകനാവണം, ചെറുമകളാവണം. നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാം, മരുമകനും മരുമകൾക്കും ഇതില് ഈ നിയമം അനുസരിച്ച് പറയണില്ല. അതൊരു വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മരുമകന് ഒരു വയസ്സായ ഒരാളെ, അതായത് അമ്മായിയമ്മനെ നോക്കാനായിട്ട് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ റൂൾ അനുസരിച്ച് മരുമകനും മരുമകളും അതിൽ പെടണില്ല കേട്ടോ. അപ്പൊ മകൻ, മകൾ, ചെറുമകൻ, ചെറുമകൾ എന്നിവർ ഉൾപ്പെടുന്നു. ഇനി വേറെ രീതിയിൽ പറയാം, അതിങ്ങനെയല്ല. പ്രായപൂർത്തിയായവരായിരിക്കണം. ഓക്കെ, അത് നോട്ട് ചെയ്യുക. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മുടെ ഇതിൽ കുട്ടി എന്ന കണത്തിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. ഇതിന് സംശയം ഉണ്ടാ? ഈ പറഞ്ഞതിൽ ഈ കുട്ടി എന്താ, രക്ഷിതാവ് എന്താന്ന് പറഞ്ഞത്? കുട്ടി നമ്മൾ ഉദ്ദേശിക്കണ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കണ. ഈ സീനിയർ സിറ്റിസനെ നോക്കാൻ പറ്റിയ അവരുടെ കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കണത്. ഓക്കെ, അപ്പൊ സീനിയർ സിറ്റിസനെ 60 വയസ്സിന് മുകളിലുള്ള പൗരനെ നോക്കേണ്ടത് മകനായിരിക്കണം, മകളോ ചെറുമകനോ ചെറുമകൾക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉത്തരവാദിത്തമില്ല. അങ്ങനെയുള്ള രീതിയിലാട്ടോ കുട്ടീന്ന് ഉദ്ദേശിക്കണം. അല്ലാണ്ട് നമ്മൾ മറ്റേ പോക്സോ കേസ് ഒക്കെ പഠിക്കണ പോലെ 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കുട്ടി, അത് ആ ഒരു നിയമം അനുസരിച്ച് കുട്ടി എന്നുള്ള നിർവചനത്തിൽ അത് വരും. ഇവിടെ സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ, സീനിയർ സിറ്റിസന്റെ കുട്ടി എന്നുള്ള രീതിയിൽ പറയണത് ഇവരെയൊക്കെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരെ നോക്കേണ്ടത് ആരാണെന്നാണ് നമ്മൾ ഈ നിയമത്തെ അനുസരിച്ച് പറയണത്. അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, അടുത്തത് നമ്മൾ ആർക്കെതിരെയാണ് പരാതി നൽകേണ്ടത്? ഇവിടെ പരാതി ആർക്കെതിരെ നൽകേണ്ടതെന്ന് പറയണത് സീനിയർ സിറ്റിസൺ. അവരെ ആരും വയസ്സായവരെ, ഇപ്പൊ മുതിർന്നവര് വയസ്സായവര് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ ആരും നോക്കണില്ലെങ്കിൽ അവരെ ആർക്കെതിരെയാണ് പരാതി നൽകേണ്ടതെന്നാണ് ഇവിടെ പറയണത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വയസ്സായ മുത്തച്ഛനോ മുത്തശ്ശിയോ
ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നോക്കണില്ല. അപ്പൊ അവര് ആർക്കെതിരെയാണ് ഈ പരാതി കൊടുക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് അവരുടെ മൈനർ അല്ലാത്ത മക്കൾക്കെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞു 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല ഈ ഒരു നിയമം അനുസരിച്ച്. അപ്പൊ ഈ വയസ്സായ മാതാപിതാക്കൾക്ക് സ്വയം അവരെ നോക്കാൻ പറ്റണില്ല, അപ്പൊ അവരെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. അപ്പൊ അവരുടെ മൈനർ അല്ലാത്ത മക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും, പരാതി കൊടുക്കാൻ പറ്റും. അപ്പൊ വയസ്സായവർക്ക് അവരുടെ മൈനർ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ കൊടുക്കാൻ പറ്റില്ല. അവരുടെ 18 വയസ്സിന് മുകളിലുള്ള മകനോ മകൾക്കോ ചെറുമകനോ ചെറുമകൾക്കോ എതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കണം, മരുമകനും മരുമകളും അതിൽ പെടില്ല കേട്ടോ. ഇനി ചിലയിടത്ത് കുട്ടികളില്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ള വൃദ്ധരായ മാതാപിതാക്കൾ ആർക്കെതിരെ പരാതി കൊടുക്കണം? ഇനി സന്താനമില്ലാത്തവരാണെങ്കിൽ അവരുടെ സമ്പാദ്യം വന്നു ചേരാൻ സാധ്യതയുള്ള പിന്തുടർച്ചക്കാർക്കെതിരെ പരാതി നൽകാം. ഇത് ശ്രദ്ധിക്കണം. ഇപ്പൊ മക്കളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ചെന്ന് ചേരാൻ സാധ്യത ചിലപ്പം അവരുടെ ചേട്ടന്റെ മക്കൾക്കാവാം, ചേട്ടന്റെ വീട്ടുകാർക്കാവാം, അനിയന്റെ വീട്ടുകാർക്കാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മുത്തശ്ശിയാണെങ്കിൽ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സിനാവാം. അപ്പൊ സന്താനമില്ലാത്തവരാണെങ്കിൽ അവരുടെ സമ്പാദ്യം വന്നു ചേരാൻ സാധ്യതയുള്ള പിന്തുടർച്ചക്കാർക്കെതിരെ പരാതി നൽകാം. പരാതി ആർക്കെതിരെ നൽകിയാലും അവർ 18 വയസ്സിന് മുകളിലുള്ളവർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് അവരുടെ റിലേറ്റീവ്സിൽ 18 വയസ്സിൽ കൂടുതലുള്ളവർക്ക്. ഇനി നമുക്ക് ഇങ്ങനെ നമ്മുടെ വയസ്സായ മാതാപിതാക്കൾക്ക് സംരക്ഷിക്കാനായിട്ട് ആർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്? ഇങ്ങനെ എന്നെ ആരും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരാതി പോലെ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു മുതിർന്ന പൗരന് നേരിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാം. അയൽവക്കക്കാരോ വേറെ ഏതെങ്കിലും റിലേറ്റീവ്സ് അറിയണ ഒരാൾക്ക് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഈ നിയമപ്രകാരം രൂപീകരിച്ച ഈ ട്രൈബ്യൂണൽ മുഖേന അപേക്ഷ നൽകാം. ഇതിനു വേണ്ടി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ അപേക്ഷ നൽകാം. പിന്നെ ചില സംഘടനകൾ, ഇപ്പൊ വയസ്സായവരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി അംഗീകൃതമായിട്ടുള്ള കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇവർക്ക് വേണ്ടി പരാതി കൊടുക്കാം. ഈ സ്വമേധയാ കേസെടുക്കാൻ ഇപ്പൊ ചില മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിച്ചു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ സംരക്ഷണത്തിനുള്ള അപേക്ഷ ആർക്കൊക്കെ കൊടുക്കാം? ഒന്നുകിൽ ഒരു മുതിർന്ന പൗരന് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വേറൊരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നിയമപ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണലിനൊക്കെ അവർക്കൊക്കെ ഈ ഏതെങ്കിലും അംഗീകൃത സംഘടനകൾക്കൊക്കെ ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ തന്നെ സ്വമേധയാ കേസെടുക്കാനും ഈ പറഞ്ഞ ട്രിബ്യൂണലിന് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഒരു ട്രിബ്യൂണൽ എന്ന് പറയണേ എന്നാണ് നമ്മൾ ഇനി പറയണേ. നമ്മൾ കുറെ നേരമായി ട്രിബ്യൂണൽ എന്ന് പറയണു. അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസർ ആണ് ട്രിബ്യൂണൽ അധ്യക്ഷൻ. അപ്പൊ ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസറിനെയാണ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറിനെയാണ് ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടാ. അവിടുത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറാണ് ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. ഇനി തെളിവെടുക്കുന്നതിൽ സിവിൽ കോടതിയുടെ അതേ അധികാരം തന്നെ ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. അതായത് ഈ പറഞ്ഞ ഈ ട്രിബ്യൂണൽ ഈ വയസ്സായവരെ നോക്കാനായിട്ട് ഓരോ ഇങ്ങനെ ട്രിബ്യൂണലുകളുണ്ട്. അപ്പൊ ഈ ട്രിബ്യൂണല് അപ്പൊ നമ്മുടെ ഈ ട്രിബ്യൂണൽ ഇവിടെ നമ്മൾ കൊടുത്താണ് ഒരു മുതിർന്ന പൗരനെ നേരിട്ട് അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്കോ ഈ നിയമപ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണൽ മുമ്പാകെ അപേക്ഷ നൽകുക. അപ്പൊ നമ്മൾ ഈ ട്രിബ്യൂണലിലാണ് പരാതി കൊടുക്കേണ്ടത്. ഈ വയസ്സായവരെ അല്ലെങ്കിൽ നോക്കാൻ ആരും ഇല്ലാത്തവര് പരാതി കൊടുക്കേണ്ടത് ആർക്കാ? ഈ ട്രിബ്യൂണലിനാണ്. അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സംഘടനകൾക്ക് കൊടുക്കാം. അവർക്കൊക്കെ ഈ പറഞ്ഞ ട്രിബ്യൂണലിന് മുമ്പാകെ ഈ നോക്കാൻ ആരും ഇല്ല എന്നും പറഞ്ഞ് കേസ് കൊടുക്കാം. അതേപോലെ ഈ പറഞ്ഞ ഈ ട്രിബ്യൂണലിന് സ്വമേധയാ കേസ് എടുക്കാനുള്ള അധികാരം ഉപയോഗിച്ചും ട്രിബ്യൂണലിന് കേസ് കൊടുക്കാം. അപ്പൊ ഈ ട്രിബ്യൂണൽ എന്ന് പറയണത് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയണത് അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറാണ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. ഇനി തെളിവെടുക്കുന്നതിൽ സിവിൽ കോടതിയുടെ അതേ അധികാരം തന്നെ ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. അതായത് ഒരു സിവിൽ കോർട്ടിന് എന്തൊക്കെ അധികാരം ഉണ്ടോ അതൊക്കെ തന്നെ ഇതിനു വേണ്ടി തെളിവെടുക്കാനായിട്ട് ആർക്ക് അധികാരം ഉണ്ട്? ഈ പറഞ്ഞ ട്രിബ്യൂണലിന് അധികാരമുണ്ട്.
ഇനി ഈ സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം 10,000 രൂപ വരെ ട്രിബ്യൂണലിന് വിധിക്കാം. അപ്പൊ ആരെങ്കിലും ഒരാള്, ഒരു വയസ്സായ ഒരാള് എന്നെ നോക്കാൻ ആരും ഇല്ലാന്നും പറഞ്ഞ് ഈ ട്രിബ്യൂണലിന് മുന്നാകെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് അവർക്ക് 10,000 രൂപ വരെ മാസം കൊടുക്കാനായിട്ട് ഈ ട്രിബ്യൂണലിന് വിധി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു വയസ്സായ മുതിർന്നവര്, ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് പറയാണ് ഈ ട്രിബ്യൂണലിന്റെ അടുത്ത് ചെന്ന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഒക്കെ പരാതി കൊടുക്കാണ്, ഞങ്ങൾ ആരും നോക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുട്ടികൾക്കോ ഇതേപോലെ നോക്കാനായിട്ട് അധികാരമുള്ളവർക്കോ എതിരെ കേസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പരമാവധി 10,000 രൂപ വരെ കൊടുക്കാൻ അവര് ബാധ്യസ്ഥരായിരിക്കും. ഓക്കെ, ഈ 10,000 രൂപ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര രൂപ വരെ കൊടുക്കണം? മാക്സിമം 10,000 രൂപ വരെ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എത്ര രൂപ വെച്ചാണ് മാക്സിമം ട്രിബ്യൂണലിന് വിധിക്കാൻ പറ്റാന്ന് പഠിക്കണം. 10,000 രൂപയാണ് മാക്സിമം ഈ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വിധിക്കാൻ പറ്റണത്. പിന്നെ ഇവർക്കൊരു സിവിൽ കോടതിയുടെ അതേ അധികാരം തന്നെ ഈ പറഞ്ഞ ട്രിബ്യൂണൽക്ക് ഉണ്ട്. പിന്നെ അതിൽ കുട്ടി എന്ന് പറയണത് ആരാണ്, രക്ഷിതാവ് എന്ന് പറയണത് ആരാണ്, അതൊക്കെ നോക്കാം. പിന്നെ ആരാണ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ? നമ്മൾ പറഞ്ഞു അവിടുത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറാണ് ഈ പറഞ്ഞ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. ഇനി അടുത്തത്, ഈ ട്രിബ്യൂണലിന് കുറച്ച് കടമകളുണ്ട്. അതെന്തൊക്കെയാന്ന് പഠിക്കാം. വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കേസ് എടുക്കുക. ഈ വൃദ്ധജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേസ് എടുക്കുക. പിന്നെ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുക. അപ്പൊ ഏതെങ്കിലും വയസ്സായവർ എന്നെ നോക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവർക്ക് അതിനുള്ള നോട്ടീസ് അയക്കുക. അതിപ്പോ ചിലപ്പോൾ മകൾക്കായിരിക്കാം, മകനായിരിക്കാം, അവർക്കെതിരെ നോട്ടീസ് അയക്കുക, കക്ഷികൾക്ക് നോട്ടീസ് അയക്കുക. അന്വേഷണ വിചാരണ നടത്തുക. തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വിചാരണ നടത്തുക. മാതാപിതാക്കൾക്ക് പ്രതിമാസ ഭത്ത 10,000 രൂപയിൽ കവിയാത്തത് നൽകാൻ ഉത്തരവിടുക. നമ്മൾ നേരത്തെ പറഞ്ഞു 10,000 രൂപ വരെ മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിബ്യൂണലിന് വിധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഉത്തരവ് അനുസരിക്കുക. ഇനി ചിലര് ഇതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ ഇങ്ങനെ ഉത്തരവ് പല രീതിയിൽ പറയാം. 10,000 രൂപ മാസം കൊടുക്കണം എന്ന് ഉത്തരവിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ നോക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും ഈ ഉത്തരവ് അനുസരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പിഴ വിധിക്കാം ഈ ട്രിബ്യൂണലിന്. ഇനി പിഴ എന്നിട്ട് ഒടുക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? 1 മാസം വരെയോ അല്ലെങ്കിൽ പിഴ ഒടുക്കുന്നത് വരെയോ തടവ് ശിക്ഷ വിധിക്കാവുന്നതാണ്. അതായത് ഈ ട്രിബ്യൂണൽ വിധിച്ച പിഴ ഇവര് കൊടുക്കില്ല എന്ന് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സിവിൽ കോടതിയുടെ ഒരു റൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പിഴ ഒടുക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? 1 മാസം വരെയോ അല്ലെങ്കിൽ പിഴ കൊടുക്കുന്നത് വരെയോ എന്ത് ചെയ്യാം? തടവ് ശിക്ഷ വിധിക്കാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടന്റ് ആട്ടാ. ഇനി ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ അതൃപ്തിയുള്ള ഏതൊരു മുതിർന്ന പൗരനും ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പീൽ നൽകാവുന്നതാണ്. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും നമുക്ക് അപ്പീൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ മുതിർന്ന പൗരന് ഇപ്പൊ അവര് പരാതി ട്രിബ്യൂണലിന് കൊടുത്തു. അവര് ട്രിബ്യൂണൽ വിധിച്ച ഒരു പരിഹാരത്തുമ്മേല് ഈ മുതിർന്ന പൗരൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അപ്പീൽ കൊടുക്കാം. അത് ഈ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ അതൃപ്തിയുള്ള ഏതൊരു മുതിർന്ന പൗരനും ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പീൽ നൽകാം. മതിയായ കാരണത്താൽ അപ്പീൽ ബോധിപ്പിക്കുന്നതിൽ നിന്നും അപ്പീൽവാദി തടയപ്പെട്ടാൽ 60 ദിവസത്തിന് ശേഷവും അപ്പലേറ്റ് ട്രിബ്യൂണലിന് അപ്പീൽ പരിഗണിക്കാം. ഇപ്പൊ മതിയായ കാരണമൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉത്തരവ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഈ സീനിയർ സിറ്റിസൺ എനിക്കിപ്പോ തന്നേക്കണ പരിഹാരം ഒന്നും പോരാ ഞാനൊന്നും പറഞ്ഞ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഉത്തരവ് കിട്ടിയ ആ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഈ മതിയായ കാരണമുണ്ട് ഈ അപ്പീൽ ബോധിപ്പിക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയെന്നുണ്ടെങ്കിൽ 60 ദിവസത്തിന് ശേഷം നമുക്ക് അപ്പീൽ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ട്രിബ്യൂണലിന്റെ കടമ എന്ന് പറയാ വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കേസ് എടുക്കുക, കക്ഷികൾക്ക് നോട്ടീസ് അയക്കുക, അന്വേഷണ വിചാരണ നടത്തുക,
മാതാപിതാക്കൾക്ക് പ്രതിമാസ ഭത്ത 10,000. ഈ 10,000 രൂപ ഇമ്പോർട്ടന്റ് ആട്ടെ. 20,000 30,000 എന്നൊക്കെ തരും. 10,000 രൂപയിൽ കവിയാത്ത നൽകാൻ ഉത്തരവ് ഇടാവുന്നതാണ്. ഇനി ഉത്തരവ് അനുസരിക്കാത്തവർക്ക് പിഴ വിധിക്കാൻ പറ്റും. ആ പിഴ ഒടുക്കാത്ത സാഹചര്യത്തിൽ 1 മാസം വരെ അല്ലെങ്കിൽ പിഴ ഒടുക്കുന്നത് വരെ എന്ത് ചെയ്യാം, തടവ് ശിക്ഷ വിധിക്കാൻ പറ്റും ഈ ട്രിബ്യൂണലിന്. ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ അതൃപ്തിയുള്ള ഏതൊരു മുതിർന്ന പൗരനും ഉത്തരവ് കിട്ടിയ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. എത്ര ദിവസം വരെ അപ്പീൽ കൊടുക്കാന്നൊക്കെ ചോദിക്കും. ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ. മതിയായ കാരണത്താൽ അപ്പീൽ ബോധിപ്പിക്കുന്നതിൽ നിന്നും അപ്പീൽ വാദി തടയപ്പെട്ടാൽ 60 ദിവസത്തിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ അപ്പീൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആയോ? ആരും ഒന്നും പറയണല്ലോ. ഓക്കെ, നമുക്കൊരു PYQ നോക്കി നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടാ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ വന്നതാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തന്റെ മക്കളായ എക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കുട്ടി, അത് അവൻ പുരുഷനാണ്, 31 വയസ്സ്. അതേപോലെ വേറൊരു കുട്ടി വൈ, സ്ത്രീയാണ്, വിവാഹിതയാണ്, 28 വയസ്സുണ്ട്. അടുത്തത് സെഡ്, ആൺകുട്ടി, 15 വയസ്സ് എന്നിവർക്ക് തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവനായി തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒരു വയസ്സായ ഒരാള്, എ എന്ന് പറഞ്ഞൊരു വയസ്സൊരാള് അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ 3 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുക്കാണ്. അതിലെ ആദ്യത്തെ മോൻ, ആദ്യത്തേതും 3 മക്കളുടെ ആദ്യത്തേത് മകനാണ്. ആ മകന് 31 വയസ്സുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മകനാണ്, പുരുഷനാണ്. ഇനി അടുത്ത കുട്ടി എന്ന് പറയുന്നത് വൈ ആണ്. അത് സ്ത്രീയാണ്, വിവാഹിതയാണെന്ന് നോക്കി കേൾക്കാം. 28 വയസ്സുണ്ട്. ഇനി മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് സെഡ് ആണ്, ആൺകുട്ടിയാണ്, 15 വയസ്സാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തൊക്കെ വീതിച്ചു കൊടുത്തു. ഇനി ആരും നോക്കണില്ല എന്നുണ്ടെങ്കിൽ, സ്വയം പരിപാലിക്കാൻ വയ്യാത്തൊരു അവസ്ഥയില് ഇവരാരും നോക്കണില്ലെങ്കിൽ ഇദ്ദേഹത്തെ പരിപാലിക്കാൻ ആർക്കാണ് കടമയുള്ളതെന്ന് ആൻസർ ഒന്ന് പറഞ്ഞേ. എക്സിനാണോ വൈക്കാണോ? ഓപ്ഷൻ എ എക്സിന് മാത്രം, ഓപ്ഷൻ ബി എക്സിനും വൈക്കും തുല്യമായി, ഓപ്ഷൻ സി എക്സിനും വൈക്കും സെഡിനും തുല്യമായി, ഓപ്ഷൻ ഡി ആർക്കും ഇല്ല. ആർക്കായിരിക്കും ആൻസർ? എക്സിനും വൈക്കും ഉത്തരവാദിത്തം ഉണ്ട്. കാര്യം വിവാഹിതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവിടെ മരുമോനും മരുമോൾക്കും നോക്കാൻ മരുമോന്റെയും മരുമകളുടെയും കാര്യം മാത്രമേ പറയാത്തതുള്ളൂ. പക്ഷെ മകള് മകൻ ഒക്കെ കുട്ടിയിൽ പെടുന്ന നിർവചനത്തിൽ പെടുന്നതാണ്. അപ്പോ എക്സിനും സെഡ് എന്നുകൊണ്ട് ഇതിലെടുക്കാൻ പറ്റാത്ത, സെഡ് എന്ന് പറഞ്ഞ ആൺകുട്ടി ആണെങ്കിൽ കൂടി അവന് വയസ്സ് 15 വയസ്സ്, അവൻ മൈനറാണ്. അപ്പൊ അവന് നോക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല. പക്ഷെ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് പുരുഷനാണ്, 31 വയസ്സാണ്. അപ്പൊ എന്തായാലും നോക്കേണ്ടതാണ്. വൈ സ്ത്രീയാണ്, വിവാഹിതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മകൾക്കും മകനും ഒരേപോലെ ഉത്തരവാദിത്തം ഉണ്ട്. അതില് വിവാഹിതയെന്നോ വിവാഹിതനെന്നോ ഒരു വേർതിരിവില്ല. ആകെ മരുമകനും മരുമകൾക്കും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയണത് ആ നിയമത്തില് മരുമകന്റെയും മരുമകളുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ആ നിയമത്തില്. ഓക്കെ, ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ വന്നത് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആട്ടാ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഭാഗത്തൊന്ന് ചോദ്യം ചോദിക്കാൻ ഇങ്ങനത്തെ കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക.
മൈനർ ആയിട്ടുള്ള 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് മുതിർന്ന പൗരനെ നോക്കാൻ ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ വിവാഹിതനാണെങ്കിലും വിവാഹിതയാണെങ്കിലും മകൾക്കും മകനും ഉത്തരവാദിത്തം ഉണ്ട് ട്ടാ. ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ ആ പ്രോപ്പർട്ടി അവരുടെ സ്വത്ത് ആർക്കാണോ വന്ന് ചേരാൻ സാധ്യതയുള്ളത് അവർക്കെതിരെ പരാതി കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാം. അടുത്തത് അനുരഞ്ജന ഉദ്യോഗസ്ഥൻ. ഒരു മധ്യസ്ഥം പോലെയുള്ള ഒരു അനുരഞ്ജന ഉദ്യോഗസ്ഥനുണ്ട്. അത് ആരാ നോക്കിയേ? അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ മെയിന്റനൻസ് ഓഫീസറോ ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ ആണ് അനുരഞ്ജന ഉദ്യോഗസ്ഥൻ. അപ്പൊ ഇതൊരു കുടുംബപരമായ ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അപ്പൊ അത് ആർക്കൊക്കെ ആവാം? ഈ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരൊക്കെയെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയോ, ഒന്നെങ്കിൽ അംഗീകൃത ഏതെങ്കിലും ജെനുവൻ ആയിട്ടുള്ള ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധിയാവാം, അല്ലെങ്കിൽ മെയിന്റനൻസ് ഓഫീസർ ആവാം. മെയിന്റനൻസ് ഓഫീസർ ആരാണെന്ന് നമ്മൾ ഇനി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയാണ് ഈ പറഞ്ഞ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇനി ആരാ മെയിന്റനൻസ് ഓഫീസർ? ജില്ലാ സാമൂഹിക ഓഫീസറെയോ അല്ലെങ്കിൽ ആ പദവിയിൽ താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ മെയിന്റനൻസ് ഓഫീസറായിട്ട് ചുമതലപ്പെടുത്താം. ഇതൊക്കെ മെയിന്റനൻസ് ഓഫീസർ ആരാന്നൊക്കെ പഠിക്കണേ. ജില്ലാ സാമൂഹിക ഓഫീസറെയോ അല്ലെങ്കിൽ ആ പദവിയിൽ താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ മെയിന്റനൻസ് ഓഫീസറായിട്ട് ചുമതലപ്പെടുത്താം. അപ്പൊ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിന്റനൻസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയാവാം. ഈ 3 ആളാണ് അനുരഞ്ജന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. മെയിന്റനൻസ് ഓഫീസർ നമ്മൾ പറഞ്ഞു ജില്ലാ സാമൂഹിക ഓഫീസറോ അല്ലെങ്കിൽ ആ പദവിയിൽ താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് മെയിന്റനൻസ് ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ വേറൊരു ഉദ്യോഗസ്ഥന്റെ പറഞ്ഞു, ഈ പറഞ്ഞ വയസ്സായ സീനിയർ സിറ്റിസൺഷിപ്പിന്റെ നോക്കണ ഈ പരാതിയൊക്കെ കൊടുക്കണ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ ആരാന്ന് നമ്മൾ പറഞ്ഞു. അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസറോ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറോ ആണ് ഈ പറഞ്ഞ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. എന്നാണ് നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കളക്ടർ വയസ്സായ മാതാപിതാക്കളെ നോക്കാണ്ട് കേസെടുത്തു, അവരുടെ കാര്യം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കേട്ടിട്ടുള്ളവർക്ക്. ഓക്കെ, അപ്പൊ വൃദ്ധസദനങ്ങള് സെക്ഷൻ 19 പ്രകാരമാണ് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ. സെക്ഷൻ 19 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി ഓരോ ജില്ലയിലും ഒന്നിൽ കുറയാത്ത സംസ്ഥാന സർക്കാരിന് ആവശ്യമെന്ന് തോന്നുന്ന അത്രയും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുക. അപ്പൊ ഓരോ ജില്ലയിലും ഒന്നിൽ കുറയാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് പിന്നെ അവിടെ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത്രയും വൃദ്ധസദനങ്ങൾ അവിടെ സ്ഥാപിക്കാം. ഇനി വൃദ്ധസദനത്തിലുള്ള നിവാസികൾക്ക് വൈദ്യപരിചരണം, വിനോദമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സംസ്ഥാന സർക്കാരിന് പദ്ധതികൾ നിർദ്ദേശിക്കാം. ഓക്കെ, അപ്പൊ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെയൊക്കെ പദ്ധതി നിർദ്ദേശിക്കാൻ പറ്റും അവരുടെ വൈദ്യപരിചരണത്തിന്. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. വയോമധുരം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ വൃദ്ധരായവരെ പരിചരിക്കാനും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പം വൃദ്ധജനങ്ങളുള്ള വൃദ്ധസദനത്തിലുള്ള നിവാസികൾക്ക് വൈദ്യപരിചരണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ വിനോദമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങളൊക്കെ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റിന് പദ്ധതികളൊക്കെ നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി ശിക്ഷ. മുതിർന്ന പൗരനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അവരെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടിയ ശിക്ഷ? അപ്പൊ നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ മുതിർന്ന പൗരനെ അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെവിടെയെങ്കിലുമൊക്കെ അവരെ കൊണ്ട് യാത്ര പോയിട്ട് വഴിയിൽ വെച്ച് അവരെ ഉപേക്ഷിക്കണതൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ കേസ് കിട്ടാൻ നോക്കിയേ? 3 മാസം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വയസ്സായവരെ
എവിടെയെങ്കിലും ഉപേക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്ഷൻ 24 പ്രകാരം 3 മാസം വരെ തടവ് കിട്ടാം, അല്ലെങ്കിൽ 5000 രൂപ വരെയുള്ള പിഴ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 മാസം വരെ ആകാവുന്ന തടവ് കിട്ടാം, അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴ കിട്ടാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി നൽകി ശിക്ഷിക്കപ്പെടും. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാക്കുന്ന ഒരു കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഒരു സിവിൽ കോർട്ടിലല്ല ഈ പറഞ്ഞ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നത്. ഇതൊക്കെ ഈ ട്രിബ്യൂണലിന്റെ അണ്ടറിലാണ് വരുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടത്. പഠിക്കേണ്ട മെയിൻ കാര്യം, ഒന്ന്, മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പഠിക്കുക. 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണ്. അതിൽ രക്ഷിതാവ് എന്ന് പറയണത് ആരാന്ന് പഠിക്കുക. രക്ഷിതാവ് എന്ന് പറയണത് ആരാ? ഒന്നെങ്കിൽ ജന്മം നൽകിയതാവാം, അല്ലെങ്കിൽ ദത്തെടുത്തതായ പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ഒക്കെയാണ് നമ്മൾ രക്ഷിതാവ് എന്ന് ഈ നിയമപ്രകാരം പറയണത്. കുട്ടി എന്ന് പറയണതിൽ മകനുണ്ട്, മകളുണ്ട്, ചെറുമകനുണ്ട്, ചെറുമകൾ എന്നിവർ ഉൾപ്പെടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ പ്രായപൂർത്തിയായവരാണ്. ഇനി നമ്മുടെ ഈ വയസ്സായവർ ആർക്കെതിരെയാണ് പരാതി കൊടുക്കേണ്ടത്? അവരുടെ മൈനർ അല്ലാത്ത മക്കൾക്കെതിരെ പരാതി കൊടുക്കാം. ഇനി സന്താനമില്ലാത്തവരാണെങ്കിൽ അവരുടെ സമ്പാദ്യം വന്നു ചേരാൻ സാധ്യതയുള്ള പിന്തുടർച്ചക്കാർക്കെതിരെ പരാതി കൊടുക്കാം. ഇനി സംരക്ഷണത്തിനുള്ള അപേക്ഷ, ആരും വയസ്സായവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്ക് ആണ്? ഒരു മുതിർന്ന പൗരന് ഒന്നെങ്കിൽ നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നിയമം ഈ പറഞ്ഞ ഏതെങ്കിലും അംഗീകൃത സംഘടനകൾക്കൊക്കെ ഈ പറഞ്ഞ ട്രിബ്യൂണലിൽ കൊണ്ടുപോയി ഇവർക്ക് വേണ്ടി കേസ് കൊടുക്കാവുന്നതാണ്. ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നതിന്റെ അധ്യക്ഷൻ അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫീസറാണ് ഈ പറഞ്ഞ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. പിന്നെ ഒരു സിവിൽ കോർട്ടിന്റെ അധികാരി ഇവർക്ക് ട്രിബ്യൂണലിന് ഉണ്ടാവും. പിന്നെ സംരക്ഷണ ചെലവിലേക്ക് പ്രതിമാസമാണ് കേട്ടോ, വർഷമല്ല, പ്രതിമാസം പരമാവധി 10,000 രൂപ വരെ ട്രിബ്യൂണലിന് വിധിക്കാൻ പറ്റും. പിന്നെ ട്രിബ്യൂണലിന്റെ കടമകൾ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ മധ്യസ്ഥ, ഒരു അനുരഞ്ജന ഉദ്യോഗസ്ഥൻ അംഗീകൃത സംഘടനകളുടെ പ്രതിനിധി ആവാം, അല്ലെങ്കിൽ മെയിന്റനൻസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയാവും. ഇവരെയാണ് നമ്മൾ അനുരഞ്ജന ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. മെയിന്റനൻസ് ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ സാമൂഹിക ഓഫീസറോ അല്ലെങ്കിൽ ആ പദവി താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് മെയിന്റനൻസ് ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തേണ്ടത്. സെക്ഷൻ 19 നമ്മൾ വൃദ്ധസദനങ്ങളെ പറ്റിയാണ് പറയണത്. ഇനി ഈ മുതിർന്ന പൗരനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം വരെ ആകാവുന്ന തടവ് കിട്ടാം, അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴ കിട്ടാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടും. ഇത്രയാണ് സീനിയർ സിറ്റിസണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നീ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വേണോ? ഈ വൈക്ക് വേണോ? ഒരു ക്വസ്റ്റ്യനും കൂടി വേണമെങ്കിൽ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കേട്ടാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള നിയമത്തിൽ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ശരിയോ തെറ്റോ? തെറ്റാണ് അല്ലെ? ഓക്കെ, തെറ്റാണെന്ന് നമുക്കറിയാം. രണ്ടാനച്ഛനും രണ്ടാനമ്മയും ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രമാണ്. ശരിയാണോ? ശരിയാണ്. ശരിയാണോ?
ഒന്നും പറയണില്ല എല്ലാരും. പറയൂ, നീ ട്രൂ എന്ന് പറ, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിച്ച് അടുത്ത ഭാഗം എടുക്കാം. ശരിയാണ്. ശരിയാണ് ഈ ഓപ്ഷൻ അനുസരിച്ച് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരി തന്നെയാണ്. പക്ഷെ ഈ ഓപ്ഷൻ അനുസരിച്ച് ഇവിടെ പ്രസ്താവന ഒന്ന് എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ആദ്യത്തെ തെറ്റായതുകൊണ്ട് എല്ലാ പ്രസ്താവനയും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് പ്രസ്താവന എ ഡി ശരിയാണെന്നാണ് കൊടുത്തേക്കണേ. എ തെറ്റാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പൊ അതും തെറ്റാണ്. പ്രസ്താവന എ ബി ഡി ശരിയാണ്, അപ്പൊ അതും തെറ്റാണ്. എ തെറ്റാണ് നമ്മൾ പറഞ്ഞു. പിന്നെ എല്ലാ പ്രസ്താവനയും തെറ്റിലേക്ക് പോകണം. കാര്യം ഇതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നണത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രമാണ്. അവിടെ സന്താനം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ സ്വത്ത് വന്നു ചേരാൻ സാധ്യതയുള്ളവർക്ക് അതിന് നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ മുതിർന്ന പൗരന്മാരിൽ അവരും പെടൂല്ലോ. കുട്ടികളില്ല എന്ന് വെച്ചിട്ട് അവര് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ അങ്ങനെ സീനിയർ സിറ്റിസൺ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ സ്വത്ത് വന്നു ചേരാൻ സാധ്യതയുള്ളവർക്ക് അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അടുത്തത് ഓപ്ഷൻ സി, പൗരാവകാശ നിയമപ്രകാരം അല്ല, അത് പൗരാവകാശം എടുത്തിട്ടില്ല, അത് ഞാൻ എടുക്കല. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. ശരിയാണോ? മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. അധ്യക്ഷൻ ആരാ? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന കുറച്ച് കമ്മിറ്റികളുടെ പേര്, ആൾക്കാരുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതിന്റെ അധ്യക്ഷൻ ആരാ? രാഷ്ട്രപതിയാണോ പ്രധാനമന്ത്രിയാണോ? പറയേ, പഠിച്ചോളേ. പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. സർവീസ് ആക്ട്, അതായത് സേവനാവകാശ നിയമം എന്നാണ് പറയാ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണില്ലേ? ഓക്കെ, സേവന അവകാശ നിയമമാണ് ഇനി അടുത്തൊരു നിയമം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളാട്ടോ, പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കണ ഒരു ഏരിയയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആക്ച്വലി ആദ്യമേ തന്നെ കുറെ വലിയ വലുത് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചെറുത് പോണത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതാണ് സേവന അവകാശ നിയമം, സർവീസ് ആക്ട്. അതായത് സേവന അവകാശ നിയമം എന്ന് പറയുന്നത് സർക്കാർ അവരുടെ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യപ്പെട്ട കുറച്ച് സേവനങ്ങൾ ഗവൺമെന്റ് എന്തായാലും നമുക്ക് തരണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് സർവീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ക്ലിയർ അല്ലേ? സർക്കാരിന്റെ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഈ നിയമപ്രകാരം പറയണത് എന്താന്ന് വെച്ചാൽ ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പൊ ഈ നിയമത്തിൽ പറയണത് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലം കൊണ്ട്, എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ അവർക്ക് തോന്നണ സമയത്തൊന്നും തന്നാ പോരാ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ കാലപരിധി ഉണ്ട്. അപ്പൊ ഓരോ സർക്കാർ ഓഫീസും അവർ നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് പറയണ ഒരു നിയമമാണ് ഇത്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു സേവനം ആ കൃത്യമായ സമയപരിധിക്കുള്ളിൽ നമുക്ക് തന്നില്ലെങ്കിൽ ആ പറഞ്ഞ ഉദ്യോഗസ്ഥന് എതിരെ നമുക്ക് പരാതി കൊടുക്കാം. അപ്പൊ ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കാനായിട്ട് വിധിക്കാൻ പറ്റും. അപ്പൊ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥ ഈ പറഞ്ഞ നിയമത്തിലുണ്ട്.
ഇനി സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ഒരുപാട് വട്ടം സ്റ്റേറ്റ്മെന്റിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അതായത് ഈ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വേണം. അതുണ്ട്. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലുകളും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സേവനാവകാശ നിയമത്തില് ഒരു സർക്കാർ ഓഫീസ് എത്ര നാളിനുള്ളിൽ എത്ര കാലപരിധിക്കുള്ളിൽ നമുക്കൊരു സേവനം തരണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി ഈ സേവനം നമുക്ക് ആ സമയപരിധിക്കുള്ളിൽ തന്നില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഫൈൻ കിട്ടും. അപ്പൊ അത് പറയുന്നുണ്ട്. പിന്നെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും നമ്മുടെ പൗരന്മാർക്ക് ഈ പറഞ്ഞ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ഈ പറഞ്ഞ നിയമപ്രകാരം ഉണ്ട്. ഇനി പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. 2012 സേവനാവകാശ നിയമം വന്നത്. ഇനി നിർണയിക്കപ്പെട്ട വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ 2012 നവംബർ 1 സേവനാവകാശ നിയമം നടപ്പിലാക്കി. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, 2012 നവംബർ 1 ഈ പറഞ്ഞ സേവനാവകാശ നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, 2012 നവംബർ 1. ഇനി ഈ നിയമത്തിൽ ഗവർണർ ഒപ്പുവെച്ചത്, അതിനു മുന്നേ ഗവർണർ ഒപ്പുവെച്ചു. ഇത് നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ സർവീസ് ആക്ട് ആട്ടോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഗവർണർ ഒപ്പുവെച്ചു എന്ന ഒരു ഇത് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പഠിക്കുമ്പോൾ പ്രസിഡന്റ് ഒപ്പുവെച്ചു എന്നല്ലോ പറയാറ്. അത് ഗവർണർ ഒപ്പുവെച്ചത് 2012 ഓഗസ്റ്റ് 4. ഇത് പഠിച്ചില്ലെങ്കിലും 2012 നവംബർ 1 സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് പഠിക്കണം. ഓക്കെ, ഇത് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് ആണ്. വർഷം 2012 ഡേറ്റ് നവംബർ 1. ഈ നിയമം നിലവിൽ വരുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു കേട്ടോ. ഉമ്മൻചാണ്ടി സാറായിരുന്നു ആ സമയത്ത് കേരള മുഖ്യമന്ത്രി. ഓക്കെ, ഇനി ഓരോ വകുപ്പുകളും സ്ഥാപനങ്ങളും ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിട്ട് സമയപരിധിക്കുള്ളിൽ നമുക്ക് ഒരു സേവനം കിട്ടാൻ ഗവൺമെന്റ് ഓഫീസേഴ്സ് ബാധ്യസ്ഥരാണ്. അപ്പൊ അതിനുള്ള വിജ്ഞാപനമൊക്കെയാണ് ഈ പറഞ്ഞ സേവനാവകാശ നിയമത്തിൽ പറയണത്. അപ്പൊ ഓരോ വകുപ്പുകളും സ്ഥാപനങ്ങളും ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. ഇനി ഇതിൽ കുറച്ച് വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊക്കെ പഠിക്കേണ്ടതാണ്. സെക്ഷൻ 2A പറയണത് നിയുക്ത ഉദ്യോഗസ്ഥനെ പറ്റിയാണ്. അപ്പൊ സെക്ഷൻ 2A പറയണത് നിയുക്ത ഉദ്യോഗസ്ഥൻ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓരോ ഓഫീസിലും വിജ്ഞാപന പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിയുക്ത ഉദ്യോഗസ്ഥൻ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓരോ ഓഫീസിലും ആരെയാണോ ഈ വിജ്ഞാപന പ്രകാരം സേവനങ്ങൾ നൽകാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അവരെയാണ് നിയുക്ത ഉദ്യോഗസ്ഥൻ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സേവനങ്ങൾ ചെയ്തു തരാനായിട്ട് ഓരോ ഓഫീസേഴ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നിയുക്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയാ. അത് സെഷൻ ഏതിലാ പറയണത്? സെഷൻ 2A. അപ്പൊ നിശ്ചിത സമയപരിധിക്കുള്ളില് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓരോ ഓഫീസിലും വിജ്ഞാപന പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നിയുക്ത ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള നിർവചനങ്ങളൊക്കെ പഠിക്കുക, നിർവചനങ്ങളൊക്കെ ചോദിക്കും. അടുത്തത് സെഷൻ 2F. കാണാണ്ട് പഠിക്കേണ്ട, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. 2F സേവന അവകാശത്തെ പറ്റിയാണ് പറയണത്. ഓക്കെ, അർഹതയുള്ള ഒരു അപേക്ഷകന് ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ലഭിക്കുന്നതിന് അവകാശമുണ്ട്. അതാണ് സേവനാവകാശം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ നിയമപ്രകാരം നമുക്ക് ആ സമയത്തിനുള്ളിൽ കിട്ടാനായിട്ട് അവകാശമുണ്ട് അല്ലേ? നമുക്ക് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട കാര്യമാണ് നമ്മൾ ചോദിച്ചേരുന്നുണ്ടെങ്കിൽ ആ സേവനം കിട്ടാനായിട്ട് നമുക്കത് തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിനെയാണ് സേവനാവകാശം. അത് നമ്മുടെ റൈറ്റ് ആണ്. ആ സേവനം കിട്ടുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ്.
അപ്പൊ 2A നിയുക്ത ഉദ്യോഗസ്ഥനാണ്. ആരാണോ ആ സേവനം നൽകി തരേണ്ട ഉദ്യോഗസ്ഥ അവരെയാണ് നിയുക്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയാ. നമുക്ക് കിട്ടേണ്ട സേവനങ്ങള് ആ അവകാശത്തെയാണ് നമ്മൾ സേവന അവകാശം എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? കുറച്ച് ബോറടിക്കുന്ന സബ്ജക്റ്റ് ആണ് ഈ ഇമ്പോർട്ടന്റ് ആക്ട്. ക്ലിയർ ആണോ? ടീച്ചർ മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ? ബാക്കിയുള്ളവരൊന്നും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ബാക്കിയുള്ളവരൊന്ന് പറയോ? ക്ലിയർ അല്ലേ? ക്ലാസ് അവിടെ വെച്ചിട്ട് പോയാ നിങ്ങള്? വേറെ പണിക്ക് പോയാ? ഓക്കെ, അടുത്തേക്ക് പോവാ. സെഷൻ 2G സേവനത്തെ പറ്റിയാണ് പറയണത്. ഓക്കെ, സേവനം 2Gയില് സേവനം. നേരത്തെ നമ്മൾ പറഞ്ഞത് 2A ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാട്ടോ പറയണത്. 2Aയില് നിയുക്ത ഉദ്യോഗസ്ഥൻ, 2Fല് സേവനാവകാശം, 2Gയില് സേവനം. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് നിയമാധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങളെയാണ് സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിപ്പോ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഈ പറഞ്ഞ ഓരോ സർക്കാർ ഓഫീസില് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകേണ്ടത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സേവനം എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിൽ ഒരു പർപ്പസിനാണ് നമ്മൾ പോണത്, RTOയിൽ വേറൊരു പർപ്പസിനാവും പോണത്. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ ആവശ്യം കൊണ്ടാണല്ലോ പോണത്. അപ്പൊ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് നിയമാധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങളെയാണ് സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ് നിശ്ചിത സമയപരിധി? സേവനം നൽകുന്നതിനും അപേക്ഷ, അപ്പീൽ എന്നിവ തീർപ്പാക്കുന്നതിനും ഈ നിയമപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ പ്രതിപാദിക്കുന്ന സമയപരിധിയാണ് നിശ്ചിത സമയപരിധി എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സേവനം കിട്ടുന്നതിൽ അതിനൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനെയാണ് നിശ്ചിത സമയപരിധി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അടുത്ത സെഷൻ 3 പറയണത് സേവനങ്ങൾ, നിശ്ചിത സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ മുതലായവ വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള അധികാരത്തെ പറ്റിയാണ് പറയണത്. അപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ സേവനം, നിശ്ചിത സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ മുതലായവ വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള അധികാരത്തെ പറ്റിയാണ് പറയണത്. തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്തവയൊഴികെ ഈ നിയമത്തിന്റെ പ്രാരംഭം മുതൽ 6 മാസത്തിനകം ഓരോ സർക്കാർ വകുപ്പും, ഓരോ വകുപ്പ് മേധാവിയും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും, ഓരോ നിയമാധിഷ്ഠിത സ്ഥാപനവും അവ ഓരോന്നും നൽകുന്നതായ സേവനങ്ങൾ നിയുക്ത ഉദ്യോഗസ്ഥൻ, 1-ാം അപ്പീൽ അധികാരി, 2-ാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഈ നിയമത്തിന്റെ ആവശ്യങ്ങൾക്കായി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. ഒന്നുമില്ല, ഈ നിയമപ്രകാരം ഈ പറഞ്ഞ ഈ സേവനാവകാശ നിയമം വന്ന് ആ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 6 മാസത്തിനകം എന്ത് ചെയ്യണം? ഓരോ സർക്കാർ വകുപ്പും, ഓരോ ഓഫീസേഴ്സും, അതായത് ഓരോ സ്ഥാപനങ്ങളും, ഓരോ സർക്കാർ ഓഫീസേഴ്സും, ഓഫീസേഴ്സ് അല്ല, ഓരോ സർക്കാർ ഓഫീസുകളിലും അവരുടെ ബന്ധപ്പെട്ട മേധാവി, ആ വകുപ്പ് മേധാവി അല്ലെങ്കിൽ അതിന് അധികാരമുള്ള ആള് അവിടെ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാ, ആരാണ് നിയുക്ത ഉദ്യോഗസ്ഥരാരാ, ആരാണ് ഇവിടുത്തെ 1-ാം അപ്പീൽ അധികാരി, ആരാണ് 2-ാം അപ്പീൽ അധികാരി, എത്ര സമയത്തിനുള്ളിലും ഈ പറഞ്ഞ സാധനം കിട്ടണം, ഇതൊക്കെ ഒരു ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതാണ് എന്നാണ് പറയണത് ഈ പറഞ്ഞ നിയമം വരുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഇന്നതൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾക്ക് ഇന്നതൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും.
ഇതൊക്കെ ഈ ഒരു ഇതിൽ വരണതാണ്. ഓക്കെ, അപ്പൊ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും ഇത് വായിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, ഇത്രേ ഉള്ളൂ. ഈ സേവനങ്ങൾ എത്ര നാളിനുള്ളിൽ കിട്ടണം, അവിടെ എന്തൊക്കെ സേവനങ്ങൾ കിട്ടും, ആരാണ് അവിടുത്തെ നിയുക്ത ഉദ്യോഗസ്ഥൻ, ആർക്കൊക്കെയാണ് അപ്പീൽ കൊടുക്കേണ്ടത്, അതിന്റെ ഒക്കെ ഒരു സാധനം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണം എന്നാണ് ഈ പറഞ്ഞ സെഷൻ 3 പറയണത്. സെഷൻ 4 പറയണത് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്നതിന് അർഹതയുള്ള ഓരോ വ്യക്തിക്കും അവകാശം ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കൊക്കെ ഈ പറഞ്ഞ സേവനങ്ങൾ നിശ്ചയ സമയപരിധിക്കുള്ളിൽ ലഭിക്കണം. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പഠിക്കേണ്ടത് ഏത് വർഷം എപ്പോഴാണ് ഇത് സ്ഥാപിതമായി എന്ന് പഠിക്കുക. 2012 നവംബർ 1 സ്ഥാപിതമായത്. പിന്നെ ഇതിൽ എന്താണ് നിശ്ചിത സമയപരിധി ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാധനം. ഇത് പഠിക്കുക. സെഷൻ 5 നിയുക്ത ഉദ്യോഗസ്ഥന്റെ ചുമതല. ആരാ നിയുക്ത ഉദ്യോഗസ്ഥൻ? നമ്മൾ പറഞ്ഞു നിയുക്ത ഉദ്യോഗസ്ഥൻ നിശ്ചയ സമയപരിധിക്കുള്ളിൽ സേവനം ലഭ്യമാക്കുന്നതിന് ഓരോ ഓഫീസിലും വിജ്ഞാപന പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ഗവൺമെന്റ് ജോബിന് ട്രൈ ചെയ്യണവരാണ്. അപ്പൊ നമുക്കൊക്കെ ഗവൺമെന്റ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായി? ഒരു നിയുക്ത ഉദ്യോഗസ്ഥനായി. അവിടെ നമുക്ക് തന്നേക്കണ ഡ്യൂട്ടി ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായി. അതാണ് ഈ നിയുക്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഈ നിയുക്ത ഉദ്യോഗസ്ഥന്റെ ചുമതലകൾ എന്താണ് എന്നാണ് പറയണത്. സേവനം ലഭിക്കാൻ അപേക്ഷകന് അർഹതയുണ്ടെങ്കിൽ വിജ്ഞാപന പ്രകാരം പ്രസ്തുത സേവനത്തിന് അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ സേവനം നൽകണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു അപേക്ഷ അപേക്ഷിച്ചു, ചില കാരണം കൊണ്ട് അത് റിജക്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തിനുള്ളിൽ നമുക്ക് അത് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയി ഒരു അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് ചെയ്തു തരാൻ അവര് ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ സേവനം ലഭിക്കാൻ അപേക്ഷകന് അർഹതയുണ്ടെങ്കിൽ, അപ്പൊ എല്ലാം ഒന്നും കിട്ടണമെന്ന് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ സേവനം ലഭിക്കാൻ അപേക്ഷകന് അർഹതയുണ്ടെങ്കിൽ ഈ വിജ്ഞാപന പ്രകാരം പ്രസ്തുത സേവനത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ടാവും. ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ സേവനം ആര് തരണം? ഈ പറഞ്ഞ നിയുക്ത ഉദ്യോഗസ്ഥൻ ചെയ്തു തരേണ്ടതാണ്. ഇനി അപേക്ഷകന് അർഹതയില്ലെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അർഹതയില്ലാത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ BPL വിഭാഗത്തിനുള്ള ഒരു ആനുകൂല്യമായിരിക്കാം, അത് APL ആൾക്കാർ പോയി അപേക്ഷിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് അപേക്ഷകന് അർഹതയില്ലെങ്കിൽ അതിന്റെ കാരണം ഈ പറഞ്ഞ രേഖാമൂലം നമുക്ക് കിട്ടേണ്ടതാണ്. കാരണം രേഖപ്പെടുത്തേണ്ടതും സമയപരിധിക്കുള്ളിൽ രേഖാമൂലം അപേക്ഷകനെ അറിയിക്കണം. അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്കിപ്പം ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം മേ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമപ്രകാരം അതെന്തുകൊണ്ടാണ് നമുക്കത് തരാത്തേ എന്ന്, ഇപ്പൊ EWS സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് തരുന്നില്ല എന്ന് പ്രോപ്പർ ആയിട്ടുള്ള കാരണം ക്ലിയർ ആയിട്ട് പറയേണ്ട, രേഖാമൂലം പറയേണ്ട ഒരു ഉത്തരവാദിത്തം അവിടുത്തെ ഓഫീസർക്ക് ഉണ്ട് എന്നാണ് ഈ പറയണത്. ഇനി നോട്ടീസ് ബോർഡിന്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിയുക്ത ഉദ്യോഗസ്ഥനാണ്. ഈ പറഞ്ഞ നിയുക്ത ഉദ്യോഗസ്ഥനാണ് ഈ നോട്ടീസ് ബോർഡിൽ എന്തൊക്കെ പ്രദർശിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥനുണ്ട്. ഇനി എന്തൊക്കെയാണ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ? സേവനാവകാശ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഏതൊക്കെ സേവനങ്ങൾ ആ ഓഫീസിൽ കിട്ടും എന്നുള്ള കാര്യങ്ങൾ, എത്ര സമയപരിധിക്കുള്ളിൽ കിട്ടുമെന്ന് നോട്ടീസ് ബോർഡിൽ ഇടണം. സേവനം ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. നിങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ടുണ്ടാവും ഇന്ന സാധനത്തിന് ഇന്നതൊക്കെ സമർപ്പിക്കണം. ഇതൊക്കെ ഓൺലൈനാണ്, എന്നാലും കാണാം. സേവനം നൽകാൻ ചുമതലയുള്ള നിയുക്ത ഉദ്യോഗസ്ഥൻ. ഓക്കെ, ആരാണ് ആ സേവനം നൽകാൻ ചുമതലയുള്ള നിയുക്ത ഉദ്യോഗസ്ഥൻ എന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാവും. 1ാം അപ്പീൽ അധികാരി ആരാ, 2ാം അപ്പീൽ അധികാരി ആരാ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും. സേവനാവകാശ ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ ഫോറങ്ങളുടെയും മാതൃക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരവരുടെ നോട്ടീസ് ബോർഡിൽ ഇടാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, അവിടെ ആ സേവനാവകാശ നിയമപ്രകാരം അവിടെ കൊടുക്കേണ്ട സേവനങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ എത്ര സമയപരിധിക്കുള്ളിൽ അത് ചെയ്ത് കിട്ടണമെന്നും
ആ ഒരു നമ്മുടെ സേവനം ലഭിക്കുന്നതിന് ആ അപേക്ഷയുടെ ഒപ്പം എന്തൊക്കെ സാധനങ്ങൾ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണമെന്നും അത് ആരാണ് നമുക്ക് ആ ഓഫീസിൽ ചെയ്തു തരേണ്ട അതിന് ചുമതലയുള്ള നിയുക്ത ഓഫീസർ ആരാണെന്നും അവിടുത്തെ ഒന്നാം അപ്പീൽ അധികാരി ആരായിരിക്കും, രണ്ടാം അപ്പീൽ അധികാരി ആരാണ്, അവരെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അവിടെയുള്ള സേവനാവകാശ ചട്ടം പ്രകാരമുള്ള എല്ലാ ഫോറങ്ങളുടെ മാതൃക ഇതൊക്കെ ഈ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ നിയുക്ത ഓഫീസർ ബാധ്യസ്ഥനാണ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ആകെ 2-3 പേരാണല്ലോ പറയുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാ കേട്ടോ. ഇനി അപേക്ഷകളിലുള്ള നടപടിക്രമങ്ങൾ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, കാണാൻ പറ്റണില്ലേ? സ്ക്രീൻ കാണാൻ പറ്റണില്ലേ? സർവീസ് ആക്ടിന്റെ. ഓക്കെ, അപ്പൊ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അപേക്ഷമേലുള്ള നടപടിക്രമങ്ങളാണ് ഇനി പറയാൻ പോണത് കേട്ടോ. ഓക്കെ, സേവനാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ലഭിച്ചാൽ ഉടൻ അത് കൈപ്പറ്റി രസീത് നൽകേണ്ടതാണ്. അപ്പൊ ഇത് പ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കിട്ടാണ്ടാവില്ല ചിലപ്പോ. സേവനാവകാശ നിയമപ്രകാരം നമുക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈപ്പറ്റി അതിന്റെ റെസീറ്റ് കിട്ടേണ്ടതാണ്. ചിലപ്പോ കിട്ടാം, ചിലപ്പോ കിട്ടുകയെന്ന് വരില്ല, അറിയില്ല. ഇനി അപേക്ഷകന് അത് പരിഹരിച്ചു നൽകുന്ന തീയതി മുതൽ മാത്രം സമയപരിധി കണക്കാക്കേണ്ടതാണ്. ഓക്കെ, അത് പരിഹരിച്ചു നൽകുന്ന തീയതി മുതൽ സമയപരിധി കണക്കാക്കണം. അപേക്ഷ കൊടുത്തിട്ടുള്ള തീയതി തൊട്ട്. സമയപരിധി കണക്കാക്കുന്നതിന് പൊതു അവധി ഒഴിവാക്കാം. അപ്പൊ ഇപ്പൊ ഒരു 30 ദിവസമാണ് സമയപരിധി എന്നുണ്ടെങ്കിൽ അതിൽ പൊതു അവധി ഒഴിവാക്കാവുന്നതാണ്. ഇനി അപേക്ഷകൾ സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ്. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപേക്ഷകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് അതിന് ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അപേക്ഷ അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് രസീത് കിട്ടാൻ ബാധ്യസ്ഥരാണ്. പിന്നെ അപേക്ഷ അത് പരിഹരിച്ച് നൽകുന്ന തീയതി മുതൽ മാത്രമാണ് സമയപരിധി കൊടുക്കേണ്ടത്. ഇനി പൊതു അവധി അതിൽ നിന്ന് ഒഴിവാക്കും.
അപേക്ഷകൾ സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം. ഇനി അപ്പീലിന്റെ കാര്യമാണ് സെഷൻ 6 പറയണത്. ഒന്നാം അപ്പീല് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭ്യമാകാതിരിക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ അപേക്ഷകന് ഒന്നാം അപ്പീൽ അധികാരി മുമ്പാകെ അപ്പീല് ബോധിപ്പിക്കാം. ഓക്കെ, നമുക്ക് ആ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നമുക്ക് സേവനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് അപ്പീൽ കൊടുക്കാം? ഒന്നാം അപ്പീൽ അധികാരിക്ക് മുമ്പിൽ അപ്പീൽ കൊടുക്കാം. ഇനി അപേക്ഷ നിരസിച്ച തീയതി അല്ലെങ്കിൽ സേവനം ലഭിക്കേണ്ട സമയപരിധി അവസാനിക്കുന്ന തീയതി മുതൽ 30 ദിവസങ്ങൾക്ക് അകമാണ് അപ്പീൽ സമർപ്പിക്കണം. അതായത് നമ്മളിപ്പോ ഒരു അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അതിന് ആൻസർ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ആ സേവനം കിട്ടണത് 30 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ അപ്പീൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ പറഞ്ഞ ടൈം ലിമിറ്റിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട്. അപേക്ഷ നിരസിച്ച തീയതി അല്ലെങ്കിൽ സേവനം ലഭിക്കേണ്ട സമയപരിധി അവസാനിക്കുന്ന തീയതി മുതൽ എന്നാണോ ആ പറഞ്ഞ സേവനം കിട്ടണം, 30 ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട ഒരു സേവനാണെന്നുണ്ടെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞ 30 ദിവസങ്ങൾക്കകമാണ് അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഇപ്പൊ 2 ആഴ്ച കൊണ്ടാണ് സേവനം കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടും നമുക്ക് അതിന് സേവനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 30 ദിവസങ്ങൾക്ക് അകമാണ് അപ്പീല് സമർപ്പിക്കേണ്ടത്. അതിപ്പോ ഓരോന്നിനും ഓരോ ടൈം എടുക്കും. ഇപ്പൊ നമ്മള് വിവരാവകാശ നിയമം അനുസരിച്ച് 30 ദിവസം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ ആ സേവനം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ടൈം ഉണ്ടാവും, അത് അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ മതിയായ കാരണമുണ്ടെന്ന് അപ്പീൽ അധികാരിക്ക് ബോധ്യമാകുന്ന പക്ഷം 30 ദിവസം കഴിഞ്ഞ് സമർപ്പിക്കുന്ന അപ്പീലുകളും സ്വീകരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 30 ദിവസത്തിനുള്ളില് നമ്മുടെ അപേക്ഷ സേവനം കിട്ടേണ്ട ടൈം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം. അപ്പൊ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടെങ്കിൽ 30 ദിവസം കഴിഞ്ഞായാലും അപ്പീല് കൊടുക്കും. ഇനി അപ്പീലിന് ഫീസ് എന്ന് പറഞ്ഞ സാധനം നിഷ്കർഷിച്ചിട്ടില്ല. എത്ര രൂപയാണ് അപ്പീലിന് ഫീസ് കൊടുക്കണ്ടേ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ നിയമപ്രകാരം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോവാം. ഇനി രണ്ടാം അപ്പീൽ എന്ന് പറയണത് ആരെയാണ് രണ്ടാം അപ്പീൽ എന്ന് നമ്മൾ പറയണേ എന്നാണ് ഇനി പഠിക്കാൻ പോണത് കേട്ടോ. രണ്ടാം അപ്പീല് ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ തൃപ്തനല്ലാത്ത പക്ഷമോ ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനം നടപ്പാക്കുന്നതിൽ നിയുക്ത ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തുന്ന പക്ഷം അത് നടപ്പാക്കിയിട്ടുള്ള അപേക്ഷന് രണ്ടാം അപ്പീൽ അധികാരി മുമ്പാകെ രണ്ടാം അപ്പീല് സമർപ്പിക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോ ഒന്നാമത്തെ അപ്പീൽ കൊടുത്തു, അതിൽ നമ്മൾ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ അധികാരി നമുക്ക് ആ സേവനം തന്നിട്ടില്ല, ആ ഉദ്യോഗസ്ഥർ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെതിരെ രണ്ടാം അപ്പീലിന് പോവാൻ പറ്റും. അപ്പോ ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ തീയതി മുതൽ, അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിന്റെ തീയതി മുതലോ അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കണ നിശ്ചിത സമയപരിധി അവസാനിക്കുന്ന തീയതി മുതലോ 60 ദിവസങ്ങൾക്കകം പരാതിക്കാരന് രണ്ടാം അപ്പീൽ സമർപ്പിക്കാം. ഒന്നാമത്തെ അപ്പീൽ കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അതായത് നമുക്ക് സേവനം കിട്ടേണ്ട ദിവസത്തിന്റെ കാലപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് അപ്പീൽ കൊടുക്കണം. രണ്ടാമത്തെ അപ്പീൽ ഈ പറഞ്ഞ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കണം? രണ്ടാം അപ്പീൽ കൊടുക്കാം. അതാണ് മൊത്തം 60 ദിവസം എന്ന് പറയുന്നത്. എന്നാൽ മതിയായ കാരണമുണ്ടെന്ന പക്ഷം 60 ദിവസങ്ങൾക്ക് ശേഷം സമർപ്പിക്കപ്പെടുന്ന അപ്പീലുകളും സ്വീകരിക്കാം. രണ്ടാം അപ്പീലിനും ഈ പറഞ്ഞ ഫീസ് നിഷ്കർഷിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നാമത്തെ അപ്പീലാണെങ്കിൽ 30 ദിവസം, രണ്ടാമത്തെ അപ്പീലാണെങ്കിൽ 60 ദിവസം. അത്രയും ആലോചിച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ ആണോ?
ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരും കേട്ടോ. നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്നൊന്നും ഡൗട്ട് ഉണ്ടാവും. അത് കുഴപ്പമില്ല. നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാളെ PYQന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇത് എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരണേ എന്ന് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഒരു PYQ ആണ്. സേവനാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു PYQ ആണ്. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് പറയാട്ടോ. ഓരോ ഓഫീസിലും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഓരോ ഓഫീസിലും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. പറയ്, ശരിയാണോ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ശരിയാണോ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോ എനിക്ക് വിഷമമാ, കേൾക്കണില്ല എന്ന് വെച്ചിട്ട്. ഓക്കെ, അടുത്തത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. ശരിയാണോ? അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. ഓക്കെ, അതും ശരിയാണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ശരിയാണോ? ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതിനൊരു ഉദ്യോഗസ്ഥനെ വെക്കണോ? ശരിയാണ്, ഉദ്യോഗസ്ഥനെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ബിവറേജ് LDക്ക് ചോദിച്ചതാട്ടോ. 2023 ബിവറേജ് LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്, കാണാപ്പാഠം പഠിക്കണേക്കാളും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. സെഷൻ 1, അപ്പീലുകളിൽ കൈക്കൊള്ളേണ്ട നടപടിക്രമമാണ് പറയേണ്ടത്. ഈ നിയമപ്രകാരം അപ്പീലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഒന്നാം അപ്പീൽ അധികാരിക്കും രണ്ടാം അപ്പീൽ അധികാരിക്കും ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1900, അതായത് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ടാവും. അത്ര ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ നിയമപ്രകാരം അപ്പീലുകൾ തീരുമാനം എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഒന്നാം അപ്പീൽ അധികാരിക്കും രണ്ടാം അപ്പീൽ അധികാരിക്കും ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടാവും. ഇനി സെഷൻ 8 പിഴയെ പറ്റിയാണ് പറയണത്. പിഴത്തുക നിർണയിക്കുമ്പോൾ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ ക്രമത്തിൽ പിഴ ചുമത്തേണ്ടതും എന്നാൽ കുറഞ്ഞ തുക 500 രൂപയും പരമാവധി 5000 രൂപയുമായി പരിമിതപ്പെടുത്തേണ്ടതാണ്. അതായത് ഈ കൃത്യമായിട്ട് സേവനം തരേണ്ട സമയത്ത് തന്നില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഫൈനാണിത്. ഓരോ ദിവസത്തിനും 250 രൂപ വെച്ച് കൊടുക്കണം. പക്ഷെ കുറഞ്ഞത് 500 രൂപയായിരിക്കണം, കൂടിയത് 5000 രൂപയായിരിക്കണം. ഇതാണ് പിഴ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ദിവസത്തിനും 250 രൂപ എന്ന് വെച്ചിട്ടാണ് ഫൈൻ കൊടുക്കണത്. പക്ഷെ എന്നാലും കുറഞ്ഞ തുക എത്രയായിരിക്കണം? 500 ആയിരിക്കണം, കൂടിയത് പരമാവധി 5000 രൂപ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സേവനാവകാശ നിയമത്തിന്റെ പരിധി വരുന്ന സർക്കാർ സേവനങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സേവനങ്ങൾ എന്നാണ് പറയണത്. ഒന്ന്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വാസസ്ഥല സർട്ടിഫിക്കറ്റ്, വീടുകൾക്കും കടകൾക്കുമുള്ള വൈദ്യുതി കണക്ഷൻ, ജലവിതരണ കണക്ഷൻ, എന്നൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാ. റേഷൻ കാർഡ്, പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന പരാതിക്കുള്ള രസീത്, FIRന്റെ പകർപ്പ്, സമയബന്ധിതമായി പാസ്പോർട്ട് വെരിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇപ്പൊ ജാതി സർട്ടിഫിക്കറ്റിനൊക്കെ ചെന്നു, അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് ചെന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ട് എന്നാണ് സത്യം പറഞ്ഞാൽ ഈ നിയമപ്രകാരം പറയണത്. ചിലപ്പോ നമുക്ക് അറിയാം അവരുടെ പെരുമാറ്റം ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ മോശമായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ സേവനം തന്നില്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്.
ഇനി സേവനാവകാശ നിയമത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത്. കൈക്കൂലി ആവശ്യപ്പെട്ട് സേവനം വൈകിക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുന്നു. നമുക്ക് അറിയണ കാര്യമാണ്. ഭരണ സുതാര്യത ഉറപ്പാക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്ത ബോധവും കാര്യക്ഷമതയും ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞാലല്ലേ കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധമൊക്കെ കിട്ടുള്ളൂ. സർക്കാർ ഗവൺമെന്റ് ഓഫീസേഴ്സിന് ഉണ്ടാവുള്ളൂ. ഇനി സർക്കാർ സേവനങ്ങൾ ലഭിക്കുക എന്നത് ജനങ്ങളുടെ മൗലിക അവകാശമാണ്. നമ്മളൊരു അവകാശമാണ്, അല്ലാണ്ട് ഔദാര്യമല്ല എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സേവനാവകാശ നിയമത്തെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ 2 നിയമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഒന്ന് സീനിയർ സിറ്റിസന്റെയും 2 സേവനാവകാശം. 2 സിമ്പിൾ ആയിട്ടുള്ള നിയമങ്ങളാണ്. എന്നാ മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പുതിയൊരു ടോപ്പിക് എടുക്കണില്ല, തുടങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ക്ലിയർ ആണോ? ഏതെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇതിൽ ഏതൊക്കെ സേവനങ്ങൾ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആ സാധനം ഒന്ന് നോക്കി പോണം. കാര്യം ഇതിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇല്ലാത്തതൊക്കെ തരാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? അന്ന് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2 നിയമമാണ് പഠിച്ചത്. ഇപ്പൊ മൗലികാവകാശം പഠിച്ചു, വിവരാവകാശം പഠിച്ചു, സേവനാവകാശം പഠിച്ചു, സീനിയർ സിറ്റിസന്റെ പഠിച്ചു. 4 നിയമങ്ങൾ പഠിച്ചു. പഠിക്കണത് അന്നൊന്ന് പഠിച്ചു പോവാ. ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ നിയമം കൂടി പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയും. ക്ലിയർ അല്ലേ? ഡൗട്ട് ആർക്കും ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ, താങ്ക് യു.